അൺഫോർച്ചുനേറ്റ് ഞാൻ ഈ വീഡിയോ വീണ്ടും റീപോസ്റ്റ് ചെയ്യുകയാണ്. വേറൊന്നുകൊണ്ടുമല്ല, നമ്മൾ മലയാളികളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്ത് ഒരു കാര്യം ഈ വീഡിയോയിലൂടെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും നിങ്ങളിലേക്ക് എത്തിച്ചു എന്റെ പ്രിയപ്പെട്ട സപ്പോർട്ടേഴ്സിന്. പക്ഷേ എനിക്ക് വളരെ ദുഃഖം തോന്നിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 24 മണിക്കൂർ കഴിഞ്ഞിട്ടും അത് ഒരു 1000 പേര് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഈ വീഡിയോ കഴിയുന്നത്ര മലയാളികൾക്ക് എത്തുകയും അവർ കാണുകയും ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ചെയ്ത വീഡിയോ ആണ്. എന്താ നമ്മൾ മലയാളികളുടെ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടു? അതൊരു വലിയൊരു ചോദ്യമാണ്. വി ഹാവ് ടു റിയാക്ട്. ഇതേപോലത്തെ ഉള്ള സോഷ്യൽ ക്രൈം എന്ന് തന്നെ പറയാം നടന്നിട്ട് നമ്മളൊന്ന് റിയാക്ട് ചെയ്തില്ല എന്ന് പറയുന്നത് മോശമല്ലേ? എനിവേ, രണ്ടാമത്തെ ഒരു അറ്റംപ്റ്റും കൂടി ഞാൻ ചെയ്യുകയാണ്. ഞാൻ ചെയ്തതിൽ അർത്ഥമില്ലെങ്കിൽ കമന്റ് ബോക്സിലൂടെ പറയണം. കഴിയുന്നത്ര പേരിലേക്ക് ഇത് എത്തിക്കണം. ഇതെന്റെ ഹംബിൾ പ്ലീഡിംഗ് ആണ്. താങ്ക് യു. ജോപാസ് ട്രാക്ക് എന്ന ഈ ചാനലിന്റെ എല്ലാ പ്രിയ സപ്പോർട്ടേഴ്സിനും എന്റെ നമസ്കാരം. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വരുന്നതിന്റെ കാരണം എന്റെ മുൻപില് 13-ാം തീയതി ഒരു മാധ്യമത്തിലെ ഒരു റിപ്പോർട്ടാണ്. കാരണം നമ്മൾ മലയാളികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നി. നമ്മൾ പ്രതികരിക്കേണ്ട സമയം സ്വന്തം നമ്മളെ തന്നെ അവലോകനം ചെയ്തുകൊണ്ട് നമ്മൾ പ്രതികരിക്കേണ്ട സമയമായി എന്നെനിക്ക് തോന്നുന്നു. ഇവിടെ ഈ മാധ്യമത്തില് ജൂൺ 13-ാം തീയതി വന്ന മലയാള മനോരമയുടെ കൊച്ചി എഡിഷനിൽ ഒരു വാർത്തയുണ്ടായിരുന്നു. ആകാശത്ത് പൊരിഞ്ഞുപോയ പ്രമുഖരുടെ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. ആ ആർട്ടിക്കിളാണ് ഇപ്പൊ ഈ വീഡിയോയിൽ മുന്നിൽ കാണുന്നത്. അതിൽ വട്ടത്തില് ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്. അവര് പറയുന്നത് 2021 മരിച്ചുപോയ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആയ ബിപിൻ റാവത്ത്, മരിച്ച വ്യക്തി അദ്ദേഹം തന്നെയാണ്. ഒരു ഹെലികോപ്റ്റർ അപകടത്തിലാണ് മരിച്ചത്. പക്ഷെ അവിടെ കൊടുത്തിരിക്കുന്ന പടം ആരുടെയാണ്? ജീവിച്ചിരിക്കുന്ന വേറൊരു പ്രമുഖ വ്യക്തിയുടെ. ഈ മരിച്ച വ്യക്തിയെ ആദരിക്കുന്നതിന് പകരം വേറൊരാളുടെ മുഖം കൊടുത്ത് നമ്മുടെ സൈനികരിൽ ഏറ്റവും ഉന്നത പദവിയിലിരുന്ന ഒരു വ്യക്തി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി സ്വന്തം ജീവൻ സമർപ്പിച്ച് ആ വ്യക്തിയെ അപമാനിക്കാൻ ഈ മാധ്യമത്തിന് ആരാണ് അധികാരം കൊടുത്തത്? ജീവിച്ചിരിക്കുന്ന അതിനുശേഷം വന്ന CDSന്റെ പടം കൊടുത്ത് അത് മരിച്ചവന്റെ പടത്തിന്റെ കൂടെ മരിച്ച ആ വ്യക്തിയുടെ പടത്തിന് പകരം വെച്ച് അദ്ദേഹത്തിന് അപമാനിക്കാൻ ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തത്? ഇത്ര വിവരം കെട്ടവരാണോ ഇവരുടെ എഡിറ്റോറിയൽ ഇരിക്കുന്നതും അവിടെ പ്ലേസ് ചെയ്യുന്നവർക്കും അവർക്ക് അറിയില്ല. ഈ ബിപിൻ റാവത്ത് ആരാണെന്ന് പടം കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത വ്യക്തികളെയാണോ അവിടെ ഇരുത്തിയിരിക്കുന്നത്? അത്രയ്ക്ക് നികൃഷ്ട ജീവികളെയാണോ എഡിറ്റോറിയലിൽ ഇരുത്തിയിരിക്കുന്നത്? നമ്മൾ പ്രതികരിക്കണ്ടേ? സൈനികരെ വളരെ ആദരിക്കുന്ന ഒരു ചാനൽ എന്ന നിലയ്ക്ക് എനിക്ക് പ്രതികരിക്കാണ്ടിരിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ കഴിയുന്നത് ഇത് മാത്രമാണ്. ഒരു 2 മാസമെങ്കിലും നമ്മൾ വിചാരിച്ചാൽ അവരറിയണം. ഇങ്ങനെയുള്ള തോന്നിവാസം ചെയ്യുന്നതിന് അവരുടെ എഡിറ്റോറിയലിൽ ഇരിക്കുന്നവരും അവർക്ക് ശമ്പളം കൊടുക്കുന്നവരും അറിയണം. അവർക്ക് ജനങ്ങൾ വിചാരിച്ചാലും നഷ്ടമുണ്ടാക്കി കൊടുക്കാൻ കഴിയുമെന്ന്. ഒരു ഫിനാൻഷ്യൽ ലോസ് എങ്കിലും ഒരു 2 മാസത്തേക്ക് ഇവരുടെ പബ്ലിക്കേഷൻസ് നമുക്കൊന്ന് വേണ്ടാന്ന് വെച്ചൂടെ? അവരറിയണം. കാരണം ഡിഫൻസ് സർവീസിന്റെ തലവനെ അപമാനിക്കാൻ ഇവർക്ക് ആരാണ് അവകാശം കൊടുത്തത്? മാധ്യമമാണെന്നും വെച്ച് എന്ത് തോന്നിവാസം കാണിക്കാന്നാണോ വിചാരം? ആ എഡിറ്റോറിയൽ ഇരിക്കുന്ന ഇത്ര വിവരം കെട്ടവരാണ്. നമ്മളുടെ ഈ വീഡിയോ കഴിവതും മലയാളികൾക്ക്, മലയാളി എന്ന അഭിമാനം തോന്നുന്ന ഏവരും അങ്ങനെയുള്ള അഭിമാനികളാണ് മലയാളികൾ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് അയച്ചു കൊടുക്കണം. എന്നിട്ട് ഒരു 2 മാസത്തേക്ക് ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഇവർക്ക് ശമ്പളം കൊടുക്കുന്നവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. തോന്നിവാസം ചെയ്താൽ മലയാളികളും പ്രതികരിച്ചു തുടങ്ങുമെന്നുള്ളത്. എനിക്ക് മലയാള മനോരമ എന്ന ഒരു പത്രത്തിനോട് യാതൊരു ഇതുമില്ല. ഇത് എല്ലാ മാധ്യമങ്ങളും ചെയ്യുന്ന തെറ്റുകൾ തന്നെയാണ്. ചില മാധ്യമങ്ങളിൽ നേരത്തെ കണ്ടിട്ടുണ്ട്, മരിച്ച ആള് 2 പടങ്ങള് അടിയില് മരിച്ചവന്റെ ഡീറ്റെയിൽസ് എഴുതുമ്പോ പല പേരുകളില് പല സ്ഥലങ്ങളില് അതേ ഫോട്ടോ വരുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അന്നൊന്നും നമ്മൾ പ്രതികരിക്കുന്നില്ല. നമ്മൾ നേരെ ഓഫീസിലേക്ക് വിളിക്കുന്നു. ഓഫീസിൽ വിളിച്ച് നിങ്ങൾ എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? പിറ്റേ ദിവസം ഒരു ഖേദ പ്രകടനം. തീർന്നു. പക്ഷേങ്കില് അവർക്കതിലൊരു ദണ്ണമില്ല. അതിന് പ്രതികരിക്കേണ്ട സമയമായി. മലയാളികൾക്ക് ആത്മാഭിമാനം ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യണം. കഴിയുന്നത്ര മലയാളികളിലേക്ക് എത്തണം. ആൻഡ് ഒരു 2 മാസത്തേക്ക് അവരുടെ ഒരു സർവീസും വേണ്ട എന്നുള്ളൊരു തീരുമാനമെടുക്കണം. ഇതെൻ്റെ ഒരു ആഹ്വാനമാണ് എൻ്റെ പ്രിയ മലയാളികളോട്. മാധ്യമങ്ങൾക്ക് എന്ത് തോന്നിവാസവും കാണിക്കാനുള്ള അവകാശം നമ്മൾ കൊടുക്കരുത്. അത് ഏത് മാധ്യമമാണെങ്കിലും. അവര് മാധ്യമധർമ്മത്തിന് അപമാനമാണെങ്കിൽ അവർക്കൊരു 8ന്റെ പണി കൊടുക്കേണ്ടത് തന്നെയാണ്. അവർ ചെയ്യുന്ന പ്രവൃത്തി അവർ തിരിച്ചറിയണമെങ്കിൽ ഇതുപോലെ പ്രതികരിച്ചേ തീരൂ. ഇത്രയും പറഞ്ഞുകൊണ്ട്, അപേക്ഷിച്ചുകൊണ്ട് ഒരു രാജ്യസ്നേഹി നിങ്ങളോട് വിട പറയുകയാണ്. താങ്ക് യു.